കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പാസ്പോർട്ട് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് സൂചന. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമറ്റം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതായിട്ടുള്ളതാണ് വിവരം. മൃതദേഹങ്ങൾ കൊണ്ടുവരാനുള്ള ഇനിയും ആവശ്യമുള്ള നടപടികൾ എന്തൊക്കെയാണ്? ഇവിടെ നിന്നും അങ്ങോട്ടുമുള്ള ആശയവിനിമയങ്ങൾ എങ്ങനെയാണ്? മാധു, ഇപ്പോൾ ലഭിക്കുന്ന വിവരം ലഭിച്ചിരുന്നതെങ്കിൽ വെള്ളിയാഴ്ചയായിരിക്കും മൃതദേഹം കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. നക്രൂവിന് തൊട്ടടുത്ത് ഓൽക്കലവ് ആശുപത്രിയുണ്ട്. ഓൽക്കലവ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. ഓൽക്കലവ് എന്ന് പറയുന്നത് മധ്യ കെനിയയിലെ ന്യാൻഡറുവ കൗണ്ടിയുടെ തലസ്ഥാനമാണ്. അവിടെയുള്ള ആശുപത്രിയിൽ വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുള്ളത്. അതിനുശേഷം ഫാമിംഗ് നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായതിനു ശേഷം മൃതദേഹം നേരെ തലസ്ഥാനമായിട്ടുള്ള നൈറോബിയിലേക്ക് കൊണ്ടുവരും. നൈറോബിയിൽ കൊണ്ടുവന്ന് നൈറോബി വിമാനത്താവളത്തിന് അടുത്തുള്ള ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മരിച്ചവരുടെ ഒക്കെ തന്നെ ഈ പാസ്പോർട്ട് റദ്ദാക്കണം, വിസ റദ്ദാക്കണം, മറ്റ് രേഖകളൊക്കെ തന്നെ റദ്ദാക്കേണ്ടതുണ്ട്. അത് മറ്റൊരു രാജ്യത്ത് നടന്നതുകൊണ്ട് തന്നെ ഇവരുടെ വിസയും മറ്റുമൊക്കെ ഖത്തറിലാണ്, പാസ്പോർട്ടുമൊക്കെ. അപ്പോൾ പാസ്പോർട്ട് റദ്ദാക്കണം. അതോടൊപ്പം തന്നെ മറ്റ് വിസ നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ കെനിയൻ ദോഹ എംബസികളുടെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ അത് നടക്കുന്നത്. അങ്ങനെ പാസ്പോർട്ട് വിസയെല്ലാം റദ്ദാക്കിയതിന് ശേഷം ആ നടപടിക്രമങ്ങൾ നാളെയോടെ പൂർത്തിയാകും. വെള്ളിയാഴ്ച മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ്. ശരി. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. എത്രയും വേഗം മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്.